അയ്യോ എൻ്റെ കിച്ചൺ ആശായി. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ചുച്ചുമണി ടൈം നോക്ക്. ടൈം നട്ടപ്പാതിരായാണ്. കണ്ട എത്ര സമയമായി? ഫോണൊക്കെ പൊട്ടിയാ. 1:57. 1:58. 2 മണിയാവാറ്. എൻ്റെ ഫോണോടെ അങ്ങനെ ഇപ്പോൾ നിൻ്റെ വാൾപേപ്പർ കാണിക്കണ്ട. എൻ്റെ വാൾപേപ്പർ നോക്കൂ ഗായ്സ്, മൈ ഫേവറേറ്റ്. സമയം 1:58 രാത്രി, ഉച്ചയ്ക്കല്ല, നട്ടപ്പാതി രാത്രിക്ക്. നമ്മൾ പണ്ടാണിതുപോലെ രാത്രി വീഡിയോ എടുക്കലും രാത്രി ഷൂട്ട് ചെയ്യലും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ വർക്കുണ്ടായിരുന്നു. നാളെ ആ ചുച്ചുൻ്റെ കാലത്തെ പാദസരത്തിന് ഞാൻ കെട്ടിവെക്കും. വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ ചുച്ചു നടക്കാൻ തുടങ്ങും. ആ ചുച്ചു ഇത്ര നേരം എല്ലാം നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, നാളെ എനിക്ക് അർജൻറ്റായിട്ടൊരു ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത്, വേറൊരു വീഡിയോൻ്റെ വർക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനിട്ടുണ്ട്. ശ്വാസം വലിച്ച് ഷൂട്ട് ചെയ്യാനിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു വാർഡ്രോബ് ഇങ്ങനെ അത്യാവശ്യം ഇവിടെ ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഒരു കളർ ഓഫ് വൈറ്റ് പെയിൻറ്റും കൂടെ വരും. അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് റനക്കുട്ടി പറയുന്നത് ഈ ഒരു കളർ തന്നെ ഫിക്സ് ചെയ്താൽ മതി, എല്ലാം വൈറ്റ് ആക്കണ്ട. അപ്പോൾ ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നു പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ പറയണം. പിന്നെ ഈ ഭാഗത്ത് ഹാങ്ങറാണ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എല്ലാം പെട്ടെന്ന് തീർന്ന് കാണാനും വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഹാങ്ങറൊക്കെ കൊണ്ടുവന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം നാളെ പുലർച്ചെ എറണാകുളം പോകണം. ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ഇനി ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഷൂട്ടും കൂടെ ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്ത് കാണുമ്പോൾ ഒരു സന്തോഷം, പെട്ടെന്ന് എല്ലാം ഒന്ന് റെഡി ആവുമല്ലോ എന്ന് വിചാരിച്ചു. അതിന് ശേഷം നമ്മുടെ പഴയ വീട്ടിലേക്ക് പോയിട്ടുള്ള ക്ലിപ്സ് ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്ലിപ്സിന് ശേഷം ആഡ് ചെയ്യുക. പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വരുന്ന പൊട്ടിച്ച് ഇറ്റങ്ങൾ ഇതിവിടെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ഇതിൻ്റെ എൻഡിങ്ങിന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇവിടെയും ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഓൺ വോയിസ് ആയിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? അപ്പോൾ എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് വേഗം ഒരു 2 മണിക്കൂറെങ്കിലും കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ തീരെ ഉറക്കമുണ്ടാവില്ല. എൻ്റെ കഴുത്ത് കണ്ടറന. ഇനി അടുത്ത ഈ ഒരു സാധനം ഇങ്ങനെ വെക്കാം. ഇതിൽ ശരിക്കും കൊള്ളൂല. അപ്പോൾ ഞാൻ വെറുതെ തൽക്കാലം ഒന്നിങ്ങനെ ആക്കി ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കുകയാണ്. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും അല്ലേ. ഇനി നമ്മുടെ ഈ കുഞ്ഞ സാധനങ്ങൾ വെക്കാം. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടേ. അടുത്തത് ഇതിലുണ്ട്. ഇനി ഇതൊക്കെ ഉണ്ടല്ലോ, കുറേ കാലങ്ങൾക്ക് മുമ്പ് വാങ്ങി വെച്ചതാണ്. പൊട്ടണ്ട, മാഷാല്ലാ. അങ്ങനെയൊന്നുമില്ല, പോകണം. എപ്പോഴെന്നറിയോ, കുറേ കൊല്ലം മുമ്പ് കോയമ്പത്തൂർ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളും കൂടെ ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മുടെ ഈ സ്വിച്ച് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആണ് വെക്കുന്നത്. തൽക്കാലം അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു ഫൈനൽ ലുക്ക് നോക്കാം ഗൈസ്. പിന്നെ ഈ ഒരു സാധനം നമുക്ക് ഇവിടെ തന്നെ വെക്കാൻ വിചാരിക്കണം അല്ലേ. പിന്നെ നമ്മുടെ ലീഫ്, ഇതിലൊക്കെ ഫുള്ള് പൊടിയാണ്. പൊടിയൊക്കെ എല്ലാം ഒന്ന് തട്ടി ഇതാക്കണം. പിന്നെ ഇത് ഒറിജിനൽ ഫ്ലവറാണ്. ഇത് വന്നിട്ട് ഞാനിങ്ങനെ സെൻറ്ററിൽ വെക്കും. അപ്പോൾ അത്യാവശ്യം എങ്ങനെയുണ്ട് ലുക്ക്? ഒരു എസ്തെറ്റിക് ലുക്ക് വന്നില്ല റന? അതിൻ്റെ മനസ്സിനുള്ളിൽ പിന്നെ
കണ്ടോ? ഇപ്പോൾ ഓക്കെ ആയോ? അവിടെ ആ ഒരു ലുക്കാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. ഇവിടെ നിൽക്കാൻ കുറച്ച് കഷ്ടമാണ്, ഇത് മൊക്കിലായതുകൊണ്ട്. പക്ഷേ ഞങ്ങൾ അതിനനുസരിച്ച് റിംഗ് ലൈറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ നിന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയാക്കിയിട്ടാണ് എടുക്കുക. ലാസ്റ്റ് ഇതിൽ ഒരു കമൻറ്റ് വായിച്ചു, വാഷിംഗ് മെഷീൻ വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറയണു, പിന്നെ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പൈസ എന്നുള്ള പോലെ കളിയാക്കിയിട്ട് ചോദിച്ചതാണ്. ഞാൻ എവിടെയും പൈസ ഇല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഉള്ളത് എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ഇൻകം വരുന്ന രീതിയിൽ ആദ്യം ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോന്ന് നോക്കി നോക്കി ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നിർത്താതെ ജോലി എടുക്കുന്നില്ലേ, എവിടെ നിന്നാണ് പൈസ ചോദിക്കുന്നില്ലേ, ഡെയിലി നിർത്താതെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്തിട്ടും എഡിറ്റ് ചെയ്തിട്ടും പോസ്റ്റ് ചെയ്തിട്ടും ഇൻസ്റ്റാഗ്രാം, FB, യൂട്യൂബ്, ഷോർട്സ്, റീല് എന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോസ് വരുന്നുണ്ട്. അത് വീഡിയോ ഇടുമ്പോൾ മാത്രമുള്ള പൈസ അല്ല, പ്രൊമോഷൻ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അഭിനയമല്ല, പ്രൊമോഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ ടൈപ്പിലുള്ളത്. അങ്ങനെ എൻ്റെ ആ ഒരു പഴയ വീടിൻ്റെ ആ ഒരു ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ കാലം അങ്ങനെ ബുദ്ധിമുട്ടി ചെയ്തൊരു വീടാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇന്ന് പുറത്ത് പോയപ്പോൾ കുറേ പേര് കണ്ടപ്പോൾ ഒട്ടും ബ്ലഡ് ഇല്ലാത്ത പോലെ ഉണ്ട്, വെള്ളറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടി നടന്ന് ഓരോന്ന് ചെയ്യണതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഓൾഡ് വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് സംഭവങ്ങളും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു പെയിൻ്റൊന്നും അടിക്കാതെയുള്ള ആ ഒരു ലുക്കാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ആഗ്രഹം കൊണ്ട്, എനിക്ക് കാണാനുള്ള കൊതി കൊണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പണിക്കാർ പോയതിന് ശേഷം ഇങ്ങനെ വെച്ച് നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ എനിക്കെന്നെ കാണുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം, നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ കൂടെ തന്നെ സന്തോഷിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് സിലു ആദ്യത്തെ പോലെ ആയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. കമൻറ്റ് ഞാൻ കണ്ടു. അതൊക്കെ കാണുമ്പോൾ എനിക്കും സന്തോഷമുണ്ട്. മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ സന്തോഷിക്കുന്ന മനസ്സൊക്കെ അപൂർവം കുറച്ച് ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരെ കാണുമ്പോഴുള്ള ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കോർണർ അത്യാവശ്യം നല്ല ഭംഗിയായി നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ. ഓക്കെ, ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു ആശ്വാസമായിട്ട് എനിക്കുള്ളത് റനക്കുട്ടിയാണ്. വീണ്ടും ചില സമയം എന്നെ വെറുപ്പിക്കലൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം, പിടിച്ചാൽ ചിലപ്പോൾ മേലേക്ക് ഇരുന്നിട്ട്. പക്ഷേ ഇപ്പോൾ ശരിക്കും ഞാനൊരു റിലീഫ് ഒരു 3-4 ദിവസമായിട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം അവളാണ് മൊത്തത്തിലെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത്. എനിക്ക് വരുന്ന സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ വായിച്ച് എനിക്ക് ഓരോന്നും ട്രാൻസ്ലേറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുമ്പോൾ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. താങ്ക് യു റനക്കുട്ടി. അവിടെ ഞാൻ ഒരു ഷോൾ എടുത്തിട്ടിട്ട് കിടക്കുന്ന പറയുമ്പോൾ തലമറിച്ചിട്ട് പില്ലോ ഇട്ടിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ചുച്ചുക്കുട്ടി ഒക്കെ ഓരോന്ന് ഇങ്ങനെ കണ്ട് പഠിക്കുകയാണ്. എന്തിനാണെന്നറിയാം, എന്നെ വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യാൻ. ഇന്നെന്താ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ചുച്ചുക്കുട്ടീൻ്റെ സൗണ്ട് എന്താ മാറിയിരിക്കണേ? പനിയുള്ളതുകൊണ്ട്. ഐസ്ക്രീം ജലദോഷമാണ്. അപ്പോൾ ചുച്ചുക്കുട്ടി എൻ്റെ കൂടെ ഉറങ്ങാതെ ഇങ്ങനെ ഞാൻ ഓരോന്ന് എഴുതുന്ന, ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ അടുത്ത് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങടാ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മീന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർ കിടക്കും, ഞാൻ ഇതിൻ്റെ ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്തിട്ട് നമ്മളും കിടക്കും. എത്ര മണിക്ക്? ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് ഉറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. എഡിറ്റ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. കണ്ണിൻ്റെ ഇത്തിരി ഒരു ആശ്വാസം കിട്ടുന്ന പോലെ എനിക്ക് തന്നെ സ്വയം ഒരു ഫീല് തോന്നുന്നുണ്ട്. അവിടെ ഉണ്ട് സംഭവം. സർജറി ഇല്ലാണ്ട് എങ്ങാനും രക്ഷപ്പെട്ടാലോ, പഠിച്ചവൻ്റെ കുതിർത്തുകൊണ്ട് അല്ലേ. അമ്മ അവിടെ യാസീനെ ഓതിയിട്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടിയുടെ കണ്ണിൻ്റെ ശരിയാവണേ, എൻ്റെ കുട്ടി ഡോക്ടറത്തേക്ക് വരുന്നില്ലേ, ട്രീറ്റ്മെൻറ്റ് ചെയ്യണേ, 5 മക്കളുടെ ഉമ്മയാണേ, 5 മക്കൾക്ക് ഉമ്മ വേണേ, പഠിച്ചവനെ ഏതാകോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഹലോ. ഇതാ 10 മിനിറ്റ് ആയിട്ടല്ലേ ഉള്ളൂ. ഇല്ല, ഇവിടെ എത്തി.
ഓൾമോസ്റ്റ് ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് 1.5 മാസത്തോളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയറി ഉടനെ ഉള്ളിലേക്കല്ല പോയത്, വീടിൻ്റെ പരിസരമാണ് നോക്കിയത്. അപ്പോൾ ഇതേ നമ്മുടെ ചാമ്പയെല്ലാം നന്നായിട്ട് വലുതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ചാമ്പ ഉണ്ടായ സമയത്ത് നമ്മളൊന്നും ഇല്ലാത്തത്. വിട്ട് നിന്നിട്ടില്ല എൻ്റെ ഈ വീടിനെ. ചിലരൊക്കെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ആ വീടിനെ എത്രയും വെറുക്കല്ലേ എത്താന്നുള്ളത്. എങ്ങനെയാണോ എൻ്റെ വീടിനെ എനിക്ക് വെറുക്കാനായിട്ട് കഴിയുക? എനിക്ക് എൻ്റെ ലൈഫിലെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ടുള്ള വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ഈ ഒരു വീട്ടിൽ നിന്നാണ്. എനിക്ക് ഒരുപാട് എന്താ പറയുക, സ്വപ്നങ്ങൾ സാധിച്ചത് ഈ വീട്ടിൽ നിന്നാണ്. ഈ മരം പുഴയ്ക്ക് എടുത്തിട്ട് പോകാൻ വല്ല വഴിയുണ്ടോ? കുറേ ഉണ്ട് റനോ, കുറേ ഉണ്ട്. പിന്നില്ലേ, ഈ സൈഡിൽ കാണുന്ന ഓരോ മരത്തിനും കുറേ കഥകൾ പറയാനുണ്ടാവും. അതായത് ഞാൻ വാടക വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു ചെടികളായിരിക്കുന്ന സമയത്ത് ഈ ചെടികളും ഏറ്റിപ്പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. സ്വന്തമായിട്ട് വീടായതിന് ശേഷം വെക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഹെയ്സുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു വീട് വാങ്ങുന്നത്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു 8-ാം മാസം ഈ സൈഡിൽ ഞാൻ ഒറ്റയ്ക്ക്, പലരും നോക്കി നിൽക്കെ, ഒറ്റയ്ക്ക് മണ്ണ് കൈക്കോട്ടം കൊണ്ട് വാരിയെടുത്ത് ഈ ഓരോന്നും കുഴിച്ചിടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു, ബ്ലീഡിങ് ആയിട്ട് കേട്ടോ. വന്ന പണി ചെയ്യ്. ചവിട്ടാൻ തരും ഞാൻ. ഇനി പാസ്പോർട്ട്, ചിട്ടി ബുക്ക്. എനിക്ക് അർജൻറ്റായിട്ട് വേണ്ട ഒരു സംഭവമായിരുന്നു. അൽഹംദുലില്ലാ ഒരെണ്ണം കിട്ടി. ഇനി അടുത്തത് പാസ്പോർട്ടും ചിട്ടി ബുക്കുമാണ്. ചിട്ടി ഞാൻ കുറേ ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ വലിയൊരു എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൈസയാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച വീടിന് അഡ്വാൻസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മാസം തന്നെ നല്ലൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും കേട്ടോ. എല്ലാ ആഴ്ചയും നമ്മൾ ഉണ്ടില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും എന്ന് പറഞ്ഞ പോലെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനായിട്ടും ഡെയിലി വീഡിയോ ഇടുന്നതും ഒക്കെ. അങ്ങനെ അത് കുറേ നേരമായിട്ട് ഞാൻ അങ്ങനെ തപ്പി നോക്കി. പക്ഷേ അന്നത്തെ ദിവസം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇറങ്ങുന്നതായതുകൊണ്ട് ഇതൊക്കെ എവിടെയാണ് വെച്ച് എങ്ങനെ വെച്ച് എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. വേണ്ടപ്പെട്ട എല്ലാ ഡോക്യുമെൻസും ഞാനൊരു ഭാഗത്താക്കി കൊണ്ടുവന്നൊരു എടുത്തു വെച്ചു എന്നുള്ള ഓർമ്മ ഉണ്ട്. പക്ഷെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ അപ്പോഴാണ് ഈ ഒരു സാധനം മാത്രം ഇവിടെ നിൽക്കുന്നത്. ഇതും കൂടെ ഞാൻ എടുത്ത് വെച്ചൊരു ഓർമ്മയായിരുന്നു. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ട് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയില്ലേ, അങ്ങനെ എന്തൊക്കെയോ ഉള്ള കുറേ സംശയങ്ങൾ കേട്ടോ. അവിടെ ഇല്ല പറഞ്ഞിട്ട് എൻ്റെ നിസ്കാരക്കുപ്പായം, കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടെന്നറിയാം. ഡ്രസ്സുകൾ ഡോർ കൂരിയിട്ട് പോയല്ലോ. ശരിക്കും ഈ സാധനം വേണമെങ്കിൽ ഊരൊക്കെ ചെയ്യാം. അയ്യോ എൻ്റെ കിച്ചൺ. എനിക്ക് അത്രയും പ്രിയപ്പെട്ട എൻ്റെ കിച്ചൺ, അത്രയും പ്രിയപ്പെട്ടതിനെ നമ്മൾ വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള റീസൺസൊക്കെ ഉണ്ടാവും. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്കും മറ്റുള്ളവർക്കും നല്ലത് അല്ലേ? ഓ വെറുതെ അല്ല എന്തോ ഒരു മാറ്റം തോന്നിയത്.
ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ രണ്ട് വരെയാണ് ഇട്ടിട്ടുള്ളത്. അതിലിപ്പോൾ ഇത് ഏതപ്പത് അതിലൊക്കെ ഓരോ വര ഇട്ട് വെച്ച് 2 ലൈനായിരുന്നു എടുത്ത് നോക്കിയാൽ മതിയായിരുന്നു അല്ലേ. ഇന്നലെ എന്തോ ഒരു ബോക്സ് മാതിരി ഉണ്ട്. ആ സാറിൽ പോട്ടെ കൂടി. പക്ഷെ അതിൻ്റെ ഒരു പ്രപ്പോസിഷൻ വ്യത്യാസം വരും. കൊണ്ടകിട് ഏത് വേണ്ട ഏത് വേണമെന്ന് പറയുന്നുണ്ട്. ആശായി ഡിഷ് വാഷറും പോയി. അന്ന് അവൻ പറ്റിച്ചുകൊണ്ട് പോയി. അവന് കേസ് കൊടുക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ശരി നടക്കണ്ട. എൻ്റെ അമ്മ എനിക്ക് വാങ്ങിത്തന്നൊരു ഡിഷ് വാഷർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം എന്തോ മാത്രമേ ഈ വീട്ടിൽ നിന്ന് അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് എലി കയറിയിട്ട് അതിൻ്റെ ഏതൊക്കെയോ പാർട്സ് എലി കടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അത്ത മരിച്ച സമയത്ത് അവസാനം റനക്കുട്ടി ഓൺലൈനിൽ നിന്ന് ഒരാളെ ഡിഷ് വാഷർ നേരാക്കാനും വേണ്ടിയിട്ട് വിളിച്ച് വരുത്തിച്ചു. അവർ കമ്പനിയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ന് 4500 രൂപയും വാങ്ങി. ഇതിൻ്റെ ഏറ്റവും വിലപിടിപ്പായിട്ടുള്ള അതിൻ്റെ ഒരു മോട്ടറോ അങ്ങനെ എന്തോ ഒരു സംഭവം എടുത്തുകൊണ്ട് അവൻ മുങ്ങി. അങ്ങനെ ഡിഷ് വാഷറും മുക്കിലായി കേട്ടോ. എനിക്ക് ഇങ്ങനെ ഈ വീട്ടിൽ ഓരോ സാധനങ്ങൾ കാണുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുടെ കഥയുണ്ടാവും. എനിക്കപ്പോൾ അതൊക്കെ കാണുമ്പോൾ സങ്കടം വരും. അങ്ങനെ ഡിഷ് വാഷറിനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ്. പിന്നെ എൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് സുജോക്കിൻ്റെ അക്യുപങ്ക്ചറിൻ്റെ ഡോണിൻ്റെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇലക്ട്രോ ഹോമിയോപതി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫയല് എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. പിന്നെ അതും കൂടെ എടുക്കുകയാണ് കേട്ടോ.
പിന്നെ ആ പറ്റിച്ചിട്ട് പോയവനെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾവേസ് ഈ വീടിനകത്ത് വീഡിയോസ് ചെയ്യുക, ബാധ്യതകൾ തീർക്കുക, മക്കൾക്ക് ഭാവിയിലേക്കും വേണ്ടിയിട്ട് കാര്യങ്ങൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി രാവിലെ ആകുന്നതും രാത്രി ആകുന്നതും ഒന്നും അറിയാതെയുള്ള ഒരു ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പേഴ്സണലി നോക്കുകയാണെങ്കിൽ എൻ്റെ ഹെൽത്ത് വൈസ് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഇതൊക്കെ ഉള്ളൂ, ഉള്ളിലൊക്കെ ഒരു പൊള്ളയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. എല്ലിനൊന്നും തീരെ ബലമില്ല, വൈറ്റമിൻ ഡി ഇല്ല, പിന്നെ കഴുത്ത് വേദന, കണ്ടുവേദന, കാലുവേദന, ബാക്ക് പെയിൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കുറേ പ്രോബ്ലംസൊക്കെ. ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നൊരു സമയത്താണ് വീണ്ടും എനിക്ക് അതേപോലെ പണ്ടത്തേക്കാളും ഫാസ്റ്റായിട്ട് ഓടി നടക്കേണ്ട ഒരു കാര്യം, പിന്നെ നമ്മുടെ റനക്കുട്ടീൻ്റെ പഠനം, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇനിയും ബിസി ആയിരിക്കും. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം. ഇൻഷാ അല്ലാ നാളെ പുതിയൊരു കാര്യമായിട്ട് നമുക്കൊക്കെ എന്താ പറയുക ജീവിതത്തിൽ കാണേണ്ടതായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ വരുന്നുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.